റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു കൊളോസിയം അഥവാ ഫ്ലാവിയൻ ആംഫിതിയേറ്റർ. 50,000-ലേറെ കാണികളെ ഉൾക്കൊള്ളിക്കാവുന്ന ഈ പോരങ്കണം അക്കാലത്ത് നിന്നിരുന്ന ക്രൂര വിനോദമായിട്ടുള്ള ആ ഗ്ലാഡിയേറ്റർ മല്ലയുദ്ധത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. AD 72-ൽ വെസ്പാസിയൻ ചക്രവർത്തിയുടെ കാലത്താണ് കൊളോസിയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുത്രൻ ടൈറ്റസ് BC 80-ലാണ് ഇത് പൂർത്തിയാക്കിയത്. ഡൊമിനിഷ്യൻ ചക്രവർത്തിയും പിന്നീട് ചില മിനുക്കുപടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 60,000 ജൂതന്മാരായ അടിമകളാണ് 9 വർഷമെടുത്ത് കൊളോസിയം നിർമ്മിക്കുന്നത്. ഗ്രാനൈറ്റിന് സമാനമായ 1,00,000 ക്യൂബിക് മീറ്റർ കല്ലുകൾ കുമ്മായക്കൂട്ടില്ലാതെ ചേർത്ത് വെച്ചാണ് പുറം ചുമരുകൾ പൊക്കിയിട്ടുള്ളത്. AD 72-ൽ വെസ്പാസിയൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ആരംഭിച്ച ജോലികൾ മകനായ ടൈറ്റസ് ഏറിയതിൽ പിന്നെയാണ് AD 80-ലാണ് ഇത് പൂർത്തീകരിച്ചത്. കായിക വിനോദങ്ങൾ നടന്നു. അതിനിടയിൽ 2,000-അധികം മല്ലയുദ്ധക്കാർ ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഫ്ലാവിയൻ ആംഫിതിയേറ്റർ എന്നാണ് കൊളോസിയം അറിയപ്പെടുന്നത്. പിന്നെ ഇതിന് 188 മീറ്റർ നീളവും 156 മീറ്റർ വീതി 57 മീറ്റർ ഉയരമുള്ള നടനശാലയും രംഗഭൂമിയും അതുപോലെ തന്നെ പോരങ്കണവുമായിരുന്ന റോമൻ കൊളോസിയം, അതിനകത്ത് ധാരാളം ഭൂഗർഭ അറകൾ ഒക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ പിന്നെ 6-ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് 500 വർഷത്തോളം കൊളോസിയം പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഇവിടെയുള്ള മറ്റൊരു വെച്ചാൽ വിനോദത്തിൻ്റെയും നേരമ്പോക്കിൻ്റെയൊക്കെ കലാപ്രകടനങ്ങളായിരുന്നു വേദി. പിന്നെ മൃഗ വിനോദവും ദ്വന്ദ്വയുദ്ധങ്ങളും തടവുകാരുടെ വധശിക്ഷ നിർവഹണമെല്ലാം ഇവിടെ വെച്ചായിരുന്നു. വർഷങ്ങളോളം റോമാക്കാരുടെ ആഘോഷവേളകൾ ഇവിടെയായിരുന്നു. 5 നൂറ്റാണ്ടിനിടയിൽ ഇവിടെ വെച്ച് 4 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. 10 ലക്ഷത്തേറെ മൃഗങ്ങൾ കൊല ചെയ്യപ്പെട്ടു. AD 435-ലാണ് ദ്വന്ദ്വയുദ്ധങ്ങൾ അവസാനിപ്പിച്ചത്. ഇവിടെ വെച്ച് ജനങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങൾ സിംഹത്തിനോടൊപ്പം ഈ അടിമകളെ വിട്ട് അത് കൊല്ലുന്ന ആ ക്രൂര വിനോദമൊക്കെ ആസ്വദിച്ചിരുന്നതാണിത്. പിന്നീട് ആവശ്യകരമായ കായിക വിനോദങ്ങളുടെ വേദിയായത് പിന്നീട് തകർച്ചയുടെ കാലമായി. കൊള്ളയും കവർച്ചയും അതുപോലെ തന്നെ ഭൂകമ്പവും ലോകയുദ്ധങ്ങളും എല്ലാം ചേർന്ന് ഇത്